പ്രാർത്ഥിക്കണം. പണ്ടൊക്കെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ അത് എന്തായാലും കൂട്ടിക്കെട്ടി. വൈകുന്നേരമെങ്കിലും പ്രാർത്ഥിക്കും. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ കുടുംബത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകും. ആ കുടുംബത്തിൽ അവിടെ ഒരു ദൈവികതയുണ്ട്. ഞാൻ നിങ്ങളോട് സത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഒരു വീട്ടിൽ കാല് കുത്തിയാൽ അറിയാം അവിടെ പ്രാർത്ഥന ഉണ്ടോ ഇല്ലയോ എന്ന്. ആരും പറയണ്ട, നമുക്കറിയാത്. അവിടെ ദൈവാത്മാവ് ഉണ്ടാവും, അവിടെ വെളിച്ചമുണ്ട്. അപ്പൊ അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന നടത്താതിരുന്നാൽ അതിന്റെ ആത്യന്തികമായ നഷ്ടം ആർക്കാ? വേറെ ആർക്കും അല്ല, വികാരിച്ചൻ ഒരു നഷ്ടവും വരാനില്ല. വികാരിച്ചൻ പ്രാർത്ഥിച്ചില്ലേ, വികാരിച്ചന് നഷ്ടം. അല്ല, നിങ്ങൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് വികാരിച്ചന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, കുടുംബത്തിൽ, ഒരു വീട്ടിൽ, ഒരു ദൈവമക്കളുടെ കുടുംബത്തിന്റെ ഒന്നാമത്തെ കാര്യം, ആ വീട്ടിൽ പ്രാർത്ഥിക്കണം, ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത്, അവിടെ ഈ ദേശത്ത് ഒത്തിരി അന്ധകാരമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ആ തിന്മകള് നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ട് ദൈവമക്കള് പ്രാർത്ഥിച്ച് സംരക്ഷണം തീർക്കണം.